ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ തന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് നമ്മുടെ പഴയ വേൾഡ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോണസ് ഈ പ്രാവശ്യം ഓണാക്കിയതുകൊണ്ട് കുറച്ച് ലൂട്ട് ഇവിടുന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മൾ സീഡ് അടിച്ചെടുത്തതാണ് കേട്ടോ. സീഡ് അടിച്ചെടുത്തുകൊണ്ട് നമുക്കിവിടെ കുറച്ച് സാധനങ്ങളുള്ള ട്രീ, ഇവിടെ വലിയൊരു ഇതുണ്ട്, വെയിനുണ്ട്. നമ്മളതിൽ സ്പൂണായിരിക്കുന്ന വില്ലേജിലാണ്. വലിയൊരു എന്ത് പറയുക, അയണിന്റെ വെയിനുണ്ടെന്ന് കേട്ട്. ഫുൾ ആർമർ ടൂൾസ് അവിടെ നിന്ന് തന്നെ ആകാം ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ സീഡാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലൂട്ട് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓടി നോക്കാം. ഇതിലൊന്നും ഇങ്ങനത്തെ വീടുകളിലൊന്നും അധികം ചെസ്റ്റ് കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ വീടുകളിൽ ചെസ്റ്റ് കാണത്തില്ലെന്ന്. ഓ, ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. 3 ഡയമണ്ട്, ഇത് കൊള്ളാമല്ലോ. 9 അയണ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു പാന്റ്, ഒരു പിക്കാക്സ്, ഒബ്സീഡിയന്, ഒരു കോപ്പർ സ്പിയർ. നമുക്ക് ആവശ്യമില്ലാത്തൊരു ഇവിടെ തന്നെ വയ്ക്കാം. ഈ സീഡ് ഇതൊക്കെ ഇട്ടിരിക്കട്ടെ. നമ്മളൊന്ന് കയറി ചെറിയ രീതിക്ക് വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയായിരുന്നു ഒരു ദിവസം. എങ്ങനെ ഒരു അയൺഗോളും ഉണ്ട്. അങ്ങനെ തലയായിട്ട് ഓടുകയാണ്. ഈ ശത്ത് അടുത്തെത്തിയ അങ്ങ് നിൽക്കുക. നമുക്ക് വരുന്നു. 4 ബ്ലോക്ക് കയറിയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ കയറിയിട്ട് നമ്മൾ അടിക്കാൻ നോക്കുക. ഞാൻ 3 സ്റ്റിച്ച് ഒറ്റത് അടിക്കാൻ നോക്കിയത് നടന്നില്ല. ഓക്കെ, ഈ വുഡ് പൊട്ടിക്കുന്നതിനെക്കാട്ട് പ്ലാങ്ക് പൊട്ടിക്കാൻ ഇച്ചിരി കൂടെ പാട്. അത് നിങ്ങൾക്ക് അറിയാവോ? 13 കിട്ടി. 2 പൂവും കിട്ടി. നമുക്ക് ഇവിടെ നല്ല ചെസ്റ്റ് ഒന്നും ഇല്ല. ചെസ്റ്റ് എന്നുള്ളത് എനിക്ക് കാണുന്നില്ല. നമുക്ക് അപ്പുറത്തോട് കൊണ്ടു പോയി നോക്കണം. ഒരു വില്ലേജർ ഇരിക്കുന്നത് എന്തോ ട്രേഡ് ചെയ്യുന്നത് അങ്ങനെ വരുന്നത് എനിക്കറിയില്ല. എനിക്ക് ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് എൻ്റെ വീടാക്കാന്ന് തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസ് തൊട്ട് നമുക്ക് ഈ വില്ലേജ് ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം. ഓക്കെ, ഞാനാണെങ്കിൽ സീഡിൻ്റെ അത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സ്പൂണായതിൻ്റെ അടുത്തൊരു ബ്ലോക്കിൻ്റെ അകത്ത് ഇത് ഒരു ബ്ലോക്കിൻ്റെ അടുത്തായിട്ട് ഇത് ഉണ്ടെന്ന്, ഒരു വലിയൊരു റൂട്ട് അയണിൻ്റെ. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് ഈ വില്ലേജ് നോക്കി കണ്ടിട്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇത് നമുക്കപ്പോൾ ഫുഡിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. വില്ലേജിലായതുകൊണ്ട് ജസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ബെഡ് നമ്മുടെ കൈ വെച്ചേക്കാൻ പൊട്ടിച്ച് ആവശ്യം വരും. ഇപ്പോൾ കുറച്ചുകൂടി ഫുഡൊക്കെ ഉണ്ട്, പൊട്ടാറ്റോ സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഉമ്മാരെന്തോ ട്രേഡ് ചെയ്യുന്നത് നോക്കട്ടെ. ക്യാരറ്റിനാ? ഇവിടെ ക്യാരറ്റെങ്കിലും നട്ട് പറ്റൂടെ? അവന്മാരുടെ സാധനം എടുത്തിട്ട് അവന്മാർക്ക് തന്നെ ട്രേഡ് ചെയ്യായിരുന്നു. ഒന്നും ചെസ്റ്റ് ഇല്ല. നമുക്ക് ചെസ്റ്റ് ഉള്ള വീടുകൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇല്ല. ഈ വില്ലേജിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. പല ഇത് ചെസ്റ്റും ഇല്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഇപ്പോൾ ഒരു സൂറിയുടെ അടിച്ചതിന് സൂറിയുടെ കൂട്ടല്ലേ, വില കൂട്ടല്ലേ. കോട്ടൺ ഫ്ലഷിന് എമറാൾഡ്. അപ്പോൾ സോംബിനെ കുറച്ചധികം കൊല്ലാണ്. ഒരു ബ്രോയിങ് സ്റ്റാൻഡും ഉണ്ട്. ഇവിടെ കുറച്ച് ഹേബേൽ ഇരിക്കും. ഹേബേൽ എടുക്കാം. നമുക്കിപ്പോൾ കുറച്ച് ഫുഡിൻ്റെ കാര്യം തീരുമാനമായി. നമുക്ക് ഫുള്ളൊന്ന് മൈൻഡ് ചെയ്യാം. ഫുള്ള് മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിനുള്ള തീരുമാനമാകും. അപ്പോൾ നമ്മുടെ ഈ കുറച്ചധികം ഇത് കിട്ടും. ഒരു സാക്കിന് മേളിൽ എന്തായാലും കിട്ടും നമുക്കിത്.
ആ 2.5 സാക്ക് കിട്ടി. ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിന്റെ വളം ഉണ്ടാവുക. നമുക്ക് അതിൽ നിന്ന് കുറച്ച് ബ്രെഡ് അങ്ങ് ഉണ്ടാക്കണം. 51 ബ്രെഡ് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള 2 കൂടെ കൂട്ടുമ്പോൾ കുറച്ചും കൂടെ ആകും. ബെഡ് റോക്കിൽ കളിക്കുന്നതുകൊണ്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, 53 ബ്രെഡ് കിട്ടിച്ച്. ബ്രെഡ് ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചെസ്റ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്രെഡ് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മൾ ഹെൽത്ത് റീജൻ ആകുന്നുണ്ട്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഒരു അയണിന്റെ ഷവൽ ഉണ്ടാക്കാം. അയൺ ഷവല് അത് ഫുൾ അയൺ ടൂൾസിലോട്ടങ്ങ് മാറുക. അയൺ ഷവലും ഉണ്ട്, പിക്കാക്സും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അയൺ ആക്സ്, പിന്നെന്തുവാ ഒരു അയൺ ബോർഡ്. ഇത്രയും മതിയല്ലോ. മതി, തൽക്കാലത്തേക്ക് ഇത്രയും മതി. ബാക്കിയുള്ള എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ. ബാക്കി എത്രയും വന്നു? ബാക്കി 7 അയണുണ്ട്. 7 അയണിന് ചെസ്റ്റ് പ്ലേറ്റ് 8 വേണം. അപ്പൊ നമുക്ക് ആ ചെസ്റ്റ് വെച്ചേക്കുന്നതിന്റെ അവിടെ നമ്മുടെ ബോണസ് ചെസ്റ്റ് വെക്കുകയാണെങ്കിൽ അവിടെ സ്പോണാകുന്നതിന്റെ അടുക്കാനായിട്ട് ഇതുണ്ടെന്ന് പറഞ്ഞ റൂട്ട് വെയിന് നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൊത്തം അങ്ങ് പൊട്ടിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇച്ചിരി ഇതും കിട്ടും, സ്റ്റോണും കിട്ടും. അപ്പൊ നമുക്ക് ഫുള്ള് സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. അപ്പൊ ഇവിടെ കുറച്ച് കോൾ ഇരിക്കുന്നത്. അത് അയണിന്റെ റൂട്ടാണോ കോളിന്റെ റൂട്ടാണോ കൃത്യമായിട്ട് ഓർമ്മയില്ല. നോക്കുന്നത് നാളെ കാണാം. ബൈ ബൈ.